നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വനിതാ ജയിലുകൾ അത് ജയിലറയാണോ മണിയറയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് ശേഷം ഏവർക്കും തോന്നുന്നത്. ചില പ്രതികൾക്ക് വേണ്ടി വഴിവിട്ട സഹായം, അത് മന്ത്രിതലത്തിൽ നിന്നും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവർ വഴിവിട്ട ബന്ധം കാത്തുസൂക്ഷിക്കുന്നതായും ഒക്കെ തന്നെ വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ എന്തും എപ്പോഴും ജയിലിലാണെങ്കിൽ പോലും നടക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഭാസ്കര കാർണവർ വധക്കേസ് പ്രതിയായിട്ടുള്ള ഷെറിൻ അനുഭവിച്ചു പോന്നിരുന്നത്. ഷെറിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ തൃശൂർ സ്വദേശിനിയായ സഹതടവുകാരി സുനിത കഴിഞ്ഞ ദിവസമാണ് നടത്തിയത്. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് കിട്ടിയതൊക്കെ VIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിൽ ജയിൽ DIGയുമായി ഷെറിനുണ്ടായിരുന്ന അടുത്ത ബന്ധവും, അടുത്തതെന്നല്ല വഴിവിട്ട ബന്ധവും, അതോടൊപ്പം തന്നെ നിലവിലെ മന്ത്രിയായ ഗണേഷ് കുമാറുമായിട്ടുള്ള അടുപ്പവുമൊക്കെ തന്നെയാണ് സഹതടവുകാരി നേരിട്ട് കണ്ട് മനസ്സിലാക്കി വെളിപ്പെടുത്തിയിരിക്കുന്നത്. VIP പരിഗണനയാണ് ഓരോ തവണയും ജയിലിൽ ഷെറിന് ലഭിച്ചിരുന്നത്. ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും നല്ല വസ്ത്രങ്ങളും ഒക്കെ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഉന്നതരുമായൊക്കെ അടുത്ത ബന്ധമാണ് ഷെറിൻ കാത്തു സൂക്ഷിക്കുന്നത്. പകരമായി എന്താണ് നൽകുന്നത് എന്നുള്ളതും സുനിത തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജയിൽ DIG പ്രദീപുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. മന്ത്രിസഭാ യോഗം ഷെറിന് ശിക്ഷയിളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സഹതടവുകാരിയായിരുന്ന സുനിത താൻ ഇതുവരെ നേരിട്ട് കണ്ട കാര്യങ്ങളും മനസ്സിലാക്കിയ വിവരങ്ങളും തെളിവുകളും അടക്കം വെളിപ്പെടുത്തുകയാണ്. ഏകദേശം 12 വർഷം മുൻപ് 2013 ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ. 1-2 ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നു. അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് iPad ഉൾപ്പെടെ എത്തിച്ചു കൊടുത്തത് ഷെറിനായിരുന്നു എന്നാണ് ആക്ഷേപം. ഷെറിൻ എന്താവശ്യപ്പെട്ടാലും അത് ജയിലിനുള്ളിൽ തന്നെ കിട്ടും. എന്നാൽ ഷെറിന് സ്വന്തം വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പല സൗകര്യങ്ങളും ലഭിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ സുനിത നൽകുമ്പോൾ അവിടെ മറ്റു പല കാര്യങ്ങൾ കൂടി നടക്കുന്നു. പല ദിവസങ്ങളിലും രാത്രി 7 മണിക്ക് ശേഷം ഷെറിൻ സെല്ലിലുണ്ടാകില്ല. സെല്ലിന് പുറത്തിറങ്ങി സുഖവാസത്തിനായി പോകാറുണ്ട്. അതും പുറത്തു കൊണ്ടുപോകുന്നത് ജയിൽ ഉന്നതർ തന്നെ. 2 മണിക്കൂർ നേരം കഴിഞ്ഞാണ് ഷെറിൻ തിരിച്ചു വരാറുള്ളത്. ഷെറിനെ കാണാനായി DIG പ്രദീപ് ആഴ്ചയിൽ ഒരിക്കലെത്തും. ലോക്കപ്പ് പൂട്ടി പുറത്തിറങ്ങാറുള്ള ഷെറിൻ ആ 2 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തും. തിരിച്ചു കൊണ്ടുവിടുന്നത് പ്രദീപ്. മന്ത്രി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഷെറിൻ തന്നെ സുനിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെറിന് ഭക്ഷണം വാങ്ങാനാകട്ടെ ജയിലിൽ ക്യൂ ഒന്നും തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. 3 നേരവും ഷെറിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ തന്നെ പുറത്തു നിന്നും വാങ്ങി സെല്ലിനുള്ളിൽ കൊണ്ടു കൊടുക്കും. മറ്റു പ്രതികൾ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ ഷെറിന് ഇഷ്ടമുള്ള ഭക്ഷണം ജയിലിലെ തന്നെ സ്റ്റാഫ് കൊണ്ടു കൊടുക്കുന്നു. സ്വന്തമായൊരു മൊബൈൽ ഫോൺ, തടവുകാർക്കുള്ള വസ്ത്രമൊന്നും തന്നെ ഷെറിന് ധരിക്കേണ്ടി വരുന്നില്ല. ലിനൻ വസ്ത്രത്തിലുള്ള ചുരിദാറാണ് ധരിക്കുന്നത്. അതുതന്നെ ഒരു 6-7 ജോഡിയോളം ഉണ്ടാകും. ലിപ്സ്റ്റിക് അടക്കം 10,000-ഓളം രൂപ വില വരുന്ന കോസ്മെറ്റിക് സാധനങ്ങളാണ് ഷെറിന് മേക്കപ്പ് സെറ്റായിട്ടുണ്ടായിരുന്നത്. സാധാരണ മറ്റുള്ള അന്തേവാസികൾ കിടക്കുന്നത് പായയിലും മറ്റുമൊക്കെ ആകുമ്പോൾ ഷെറിന് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റും തലയിണയും ഒക്കെ തന്നെയാണ് കിട്ടിയത്. ഈ വിഷയമെല്ലാം ചൂണ്ടിക്കാട്ടി സൂപ്രണ്ടിന് പരാതിയും കൊടുത്തു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തനിക്ക് നേരെ തിരിയുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി. കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതിയായ ബിന്ധ്യ പിന്നീട് ജയിലിലെത്തി. ബിന്ധ്യ തോമസ്. ബിന്ധ്യ എത്തിയപ്പോൾ ഷെറിൻ്റെ ഫോൺ പിന്നീട് ബിന്ധ്യയ്ക്ക് കൊടുക്കേണ്ടി വന്നു. ആ സമയത്ത് ആ ഫോൺ തട്ടിപ്പറിച്ച് സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പോലും ഒരു നടപടിയും അവിടെ സ്വീകരിച്ചില്ല. ജയിലിലെ പരാതിപ്പെട്ടിയിൽ അടക്കം പരാതി എഴുതിയിട്ടു. അതിലൊന്നും മറുപടി ഉണ്ടായില്ല, നടപടി ഉണ്ടായില്ല. പിറകെ ജയിൽ സൂപ്രണ്ടും ജയിൽ DIG പ്രദീപും അടക്കമുള്ളവർ എത്തി സുനിതയെ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തു. 1 മാസത്തിനിപ്പുറം ജാമ്യത്തിലിറങ്ങി അന്നത്തെ DGP ആയിരുന്ന സെൻകുമാറിന് ഈ വിവരങ്ങൾ സഹിതം പരാതി കൊടുത്തു. പക്ഷേ തനിക്ക് കിട്ടിയ മറുപടി ഏറ്റവും അധികം ഞെട്ടിക്കുന്നതായിരുന്നു. അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ താൻ പ്രസ്താവന നടത്തിയെന്നും തനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ചുള്ള ഒരു ഭീഷണി കത്തായിരുന്നു, നോട്ടീസായിരുന്നു കിട്ടിയത്. അതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ കൂടി മനസ്സിലാക്കി. ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജസ്റ്റിസിനോട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു റെയ്ഡ് നടത്തുകയും അധികമായി കൈവശം വെച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു.
സുനിത നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷേ ഇതിനു മുൻപ് ഷെറിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കം ഉപയോഗിച്ചത് പിടിക്കപ്പെട്ടിരുന്നത്. ജയിൽ ജീവനക്കാരെ ഷെറിൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്. അതും സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ. തടവുകാരികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും സുനിത വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് പരോൾ അങ്ങനെ എളുപ്പത്തിൽ വാരിക്കോരി നൽകാൻ കഴിയില്ല. നിയന്ത്രണമുണ്ട്. 1 വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ കൊടുത്തിരുന്നു. അതൊക്കെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു മനസ്സിലാക്കി ഷെറിന് സൗകര്യങ്ങൾ ചെയ്തു നൽകിയ ജയിലിലെ 2 ഉദ്യോഗസ്ഥരെ സെൻകുമാർ തന്നെ സ്ഥലം മാറ്റിയിരുന്നു തെളിവ് സമർപ്പിച്ചപ്പോൾ. പക്ഷേ താൽക്കാലിക നടപടി മാത്രമാണ്. പിന്നെയും നിയമപോരാട്ടം നടത്തി അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഷെറിനെ വിയ്യൂരിലേക്ക് മാറ്റി. ജയിലിൽ പെരുമാറ്റ ദൂഷ്യമൊന്നും കാണിക്കാത്തവർക്കാണ് പരോളിന് പരിഗണന കൂടുതലായി കിട്ടുന്നത്. 20-25 വർഷത്തിലധികമായി കണ്ണിനുൾപ്പെടെ കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന ഒട്ടനവധി സ്ത്രീ തടവുകാർ ജയിലിൽ കഴിയുന്നുണ്ട്. അതും 5, 6 അതിലധികമോ ഉള്ള സ്ത്രീ തടവുകാർ. അവർക്കൊന്നും തന്നെ ഇളവ് കിട്ടിയിട്ടില്ല. ഷെറിന് ഇറങ്ങുന്നതിൽ പരാതി ഉണ്ടായിട്ടല്ല, പക്ഷേ 20 വർഷമായി ജയിലിൽ കിടന്നവർക്കൊന്നും തന്നെ കിട്ടാത്ത പരിഗണന, മാന്യമായി സത്യസന്ധമായി ശിക്ഷ അനുഭവിക്കുന്നവർക്കൊന്നും ലഭിക്കാത്ത നീതി, ഇത്രയും വലിയ തട്ടിപ്പ് വീരയും ഫ്രോഡുമായ ഷെറിന് എങ്ങനെ കിട്ടുന്നുവെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഷെറിന് നീതി കിട്ടുന്നെങ്കിൽ എല്ലാവർക്കും അതുപോലെ തന്നെ നീതി ലഭിക്കണമെന്നാണ് സുനിതയുടെ ആവശ്യം. ഷെറിന് മന്ത്രിസഭയിലെ 2 അംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള ആരോപണം പ്രതിപക്ഷം തന്നെ ഘടിപ്പിച്ചതാണ്. വളരെ വേഗത്തിലാണ്, മിന്നൽ വേഗത്തിലാണ് ഷെറിൻ്റെ ജയിൽ മോചനം സാധ്യമാകുന്നത്. 1 മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തിച്ചു. അർഹരായ ഒട്ടനവധി ആളുകളെ പിന്തള്ളി ഷെറിന് മാത്രമായിട്ടുള്ള ഒരു ശിക്ഷ ഇളവ്, 20 വർഷം ശിക്ഷ അനുഭവിച്ചവരെ പോലും പിന്തള്ളി ഷെറിനെ 14 കൊല്ലത്തെ കാരണം പറഞ്ഞുകൊണ്ട് പുറത്താക്കുന്നതിന് പിന്നിലെ ചേതോവികാരം അതെന്ത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ മന്ത്രി കെ വി ഗണേഷ് കുമാർ.